Good morning students. Welcome to our GK class. Today we are going to study class 8 GK page 24 folk paintings of India. Okay, this is your topics today. Page 24 folk paintings of India. You take your text. Page 24. Can you see this? This is page 24, first one. Named after, write the names of these traditional styles of paintings. Choose from the box. ബോക്സിൽ കുറച്ച് ട്രഡീഷണൽ പെയിൻറ്റിങ്സിൻ്റെ പേരാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, named after the village where it originated. These paintings were earlier done on freshly plastered mud walls of huts, but are now done on handmade paper and different types of cloth. Only colors extracted from plants are used. The main themes include the images of gods and goddesses and objects from nature. അതായത് ഇതൊരു ട്രഡീഷണൽ പെയിൻറ്റിങ്ങിൻ്റെ പിക്ചറാണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഈ പെയിൻറ്റിങ്സ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ മഡ് കൊണ്ടുണ്ടാക്കിയ കുടിലുകളിൽ ആയിരുന്നു ഈ പെയിൻറ്റിങ്സ്. അതായത് മഡ് കൊണ്ടുണ്ടാക്കിയ വോള് ഭിത്തികളിൽ ഈ പെയിൻറ്റിങ്സ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെയുള്ള വോൾസിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യുന്നത് പേപ്പറും ക്ലോത്തും ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിലെ ഇമേജസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗോഡ്സ്, അതുപോലെ ഗോഡസസ്, ദേവന്മാരുടെയും ദേവതകളുടെയൊക്കെ ഇമേജസ് ആണ് ഇതിൻ്റെ തീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓബ്ജക്ട്സ് ഫ്രം നേച്ചർ, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഓരോ ഓബ്ജക്ട്സിനെ കുറിച്ചാണ് ഈ പെയിൻറ്റിങ്സിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ ആസ് മധുബനി. ദിസ് പെയിൻറ്റിങ് ഈസ് നോൺ ആസ് മധുബനി. ഓക്കെ, second one, these scroll paintings originated near a famous Kali temple in West Bengal. They are done on paper or cloth using watercolors. Scenes from mythology and images of gods and goddesses are common themes. അതായത് വെസ്റ്റ് ബംഗാളിൽ ഉള്ള ഒരു കാളി ടെമ്പിളിലാണ് ഈ ഫേമസ് പെയിൻറ്റിങ് ഒറിജിനേറ്റ് ചെയ്തത്. ഈ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പേപ്പറും ക്ലോത്തുമാണ്. ഓക്കെ, അതുപോലെ വാട്ടർ കളേഴ്സ് യൂസ് ചെയ്താണ് ഈ പെയിൻറ്റിങ്സ് വരയ്ക്കുന്നത്. സോ ദിസ് പെയിൻറ്റിങ് ഈസ് നോൺ ആസ് കാളിഘട്ട്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് കാളിഘട്ട്. ഓക്കെ, ആൻഡ് തേർഡ് വൺ, named after a town in Tamil Nadu. These paintings are known for their rich colors, use of semi-precious stones, and attention to detail. The themes of these paintings are usually dominated by Hindu gods and goddesses and saints. അതായത് ഈ പെയിൻറ്റിങ്സ് ഒറിജിനേറ്റ് ചെയ്തത് തമിഴ്നാടിലാണ്. ഓക്കെ, അതായത് ഇതിനകത്ത് സെമി പ്രിഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസും കൂടെ ഈ പെയിൻറ്റിങ്സിൽ യൂസ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ ഒരുപാട് ഗോഡ്സിൻ്റെ ഗോഡസസിൻ്റെ ഒക്കെയാണ് ഈ പെയിൻറ്റിങ്സിൽ ധാരാളമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഒറിജിനേറ്റ് ചെയ്തത് തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്താണ്, ദാറ്റ് ഈസ് തഞ്ചാവൂർ. ഓക്കെ, so this painting is known as Tanjavur. Okay, and fourth one, these colorful paintings are drawn on leaves or on specially treated cloth. Colors such as white, yellow, blue and black are commonly used. Lord Jagannath
is most prominently depicted. This art is practiced widely in the villages of രഘുരാജ്പൂർ ആൻഡ് ദണ്ഡ്ഷാഹി ഇൻ ഒഡീഷ. അതായത് ഇതൊരു കളർഫുൾ പെയിൻറ്റിങ്സ് ആണ്. ഈ പെയിൻറ്റിങ്സ് ഒക്കെ വരയ്ക്കുന്നത് ഒന്നെങ്കിൽ ലീവ്സിൽ അല്ലെങ്കിൽ സ്പെഷ്യലി ട്രീറ്റഡ് ക്ലോത്തിലാണ്. യൂസ് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ്, യെല്ലോ, ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് കോമൺലി Lord Jagannath is prominently depicted this painting, and it is practiced widely in the village of Raghurajpur and Dandashahi in Odisha. Okay, so this painting is known as Patachitra. Okay, fourth one Patachitra, and fifth one done by the people of Bil tribe. These paintings portray myths about creation. These are painted on the walls of a house on auspicious occasions. Animals such as the horse and the elephant and different types of birds are commonly painted. The sun and moons are also depicted. അതായത് ഇത് കൂടുതലും ട്രൈബ്സ് പീപ്പിളാണ് ഈ പെയിൻറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് കൂടുതൽ ദീസ് പെയിൻറ്റിങ്സ് പോർട്രേ ദ മിത്സ് അബൌട്ട് ക്രിയേഷൻ, അതായത് സൃഷ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ പെയിൻറ്റിങ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, ആനിമൽസ് സച്ച് ആസ് ഹോഴ്സ്, എലിഫൻറ്റ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ആർ കോമൺലി പെയിൻറ്റഡ്. അതുപോലെ തന്നെ സണ്ണും മൂണും എല്ലാം ഇതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് പിത്തോറ. ഓക്കെ, ഫിഫ്ത്ത് വൺ ഈസ് പിത്തോറ. And sixth one, it is a form of fabric painting. These paintings depicts legends from the life of Lord Krishna and are often placed behind his ideal. Some of the best paintings of this tradition are done in Nathdwara in Rajasthan, where they are often decorated with precious and semi-precious stones. അതായത് ഇതൊരു ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. സോ ഇറ്റ് ഈസ് ദിസ് പെയിൻറ്റിംഗ് ഈസ് ഫേമസ് ഇൻ നദ്വാര ഇൻ രാജസ്ഥാൻ. ഓക്കെ, അതായത് സെമി പ്രിഷ്യസ് ആയിട്ടുള്ളതും അതുപോലെ പ്രിഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസും ഒക്കെ ഈ പെയിൻറ്റിങ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദീസ് പെയിൻറ്റിങ്സ് ഡെപിക്ട് ലെജൻഡ്സ് ഫ്രം ദ ലൈഫ് ഓഫ് ലോർഡ് കൃഷ്ണ. സോ ഇറ്റ് ഈസ് നോൺ ആസ് Pichwai. Okay, sixth one is Pichwai, and seventh one, okay, this is a picture of seventh one, named after the tribe in Maharashtra. These paintings are done on walls on special occasions and have generally or geometrical shapes, depiction of the mother of goddesses and the symbol of fertility, and senses of hunting, fishing and farming are some common themes. Only white colors are used on a red ochre background. ഓക്കെ, അതായത് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചാണ് ഈ പെയിൻറ്റിങ്സ്, ഈ ട്രഡീഷണൽ പെയിൻറ്റിങ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് മഹാരാഷ്ട്രയിലെ ട്രൈബ്സാണ് ഈ പെയിൻറ്റിങ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെയാണ് ഈ പെയിൻറ്റിങ്സ് ചെയ്യാറുള്ളത്. അതുപോലെ depiction of mother of goddesses and the symbol of fertility and the scenes of hunting. Okay, hunting, fishing and farming are common themes. ഇതിൻ്റെ themes ആണ് ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, so last one is Warli. Warli, Warli. So this much for today. You study well. We will meet in the next class. Thank you.